ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പൗലോസ് ലേഖയുടെ ലേഖനത്തിലെ 2-ാം അധ്യായത്തിലെ 15-ാം തിരുവചനം വായിക്കാം. ബാക്കിയുള്ള വചനങ്ങൾ വായിക്കാം. വചനത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ്. ഒരുവന് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള സൗരഭ്യവും അപരന് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗരഭ്യവും. ഇവയ്ക്കെല്ലാം കെൽപ്പുള്ളവൻ ആരാണ്? ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട്. അവരെ പോലെയല്ല ഞങ്ങൾ. മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരും എന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം ഈ ലോകത്തിൻ്റെ ഉപ്പായിരിക്കുന്നു, വെളിച്ചമായിരിക്കുന്നു, മലമുകളിലുള്ള പട്ടണം പോലെ ആയിരിക്കുന്നു, ദീപസ്തംഭം പോലെ ആയിരിക്കുന്നു. അതേ സമയം ലോകത്തിന് വാസന വീശുന്ന ക്രിസ്തുവിൻ്റെ സൗരഭ്യമായി തീർന്നിരിക്കുന്നു. നാം ക്രിസ്തുവിൻ്റെ സൗരഭ്യമായിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവിന് വേണ്ടി ഓരോ ദൈവ പൈതലും അനുഷ്ഠിക്കുന്ന സാക്ഷിക്കായുള്ള അല്ലെങ്കിൽ ഒരു സാക്ഷിയായുള്ള ജീവിതത്തെ ാണ് ആ സൗരഭ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുക. അങ്ങനെയുള്ള ജീവിതങ്ങളെയാണ് ദൈവത്തിൻ്റെ സൗരഭ്യം എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതം വിശുദ്ധിയുള്ളതും നിഷ്കളങ്കവും കറ പതിയാത്തതുമായി ആണെങ്കിൽ നമ്മെ കാണുന്നവർ നാം മുഖാന്തരം ക്രിസ്തുവിനെ കാണുന്നതിന് ഹേതുവായി തീരും. രക്ഷിക്കപ്പെടുന്നതിനും ആ വ്യക്തികൾ ആരെല്ലാമാണോ അവരെല്ലാം രക്ഷിക്കപ്പെടുന്നതിനും ഹേതുവായി തീരും, അല്ലെ കാരണമായി തീരും. സൗരഭ്യ വാസനയ്ക്ക് പരസ്യം ആവശ്യമില്ല. ഞാൻ ഇവിടെയുണ്ടെന്ന് വിളിച്ചു പറയേണ്ട ആവശ്യവുമില്ല. അത് നിശബ്ദതയോടെ വാസന വീശുമ്പോൾ ആ സൗരഭ്യ വാസനയെ അനേകർ ശ്വസിക്കുന്നു. ആ ഒരു പുഷ്പത്തിൻ്റെ സൗരഭ്യ വാസനയെ ശ്വസിച്ച് അനേകം വണ്ടുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പോലെ നാം ക്രിസ്തുവിന് വേണ്ടി സൗരഭ്യ വാസനയോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ വായ് സംസാരിക്കുന്നില്ലെങ്കിലും നമ്മുടെ ജീവിതം അനേകരെ ക്രിസ്തുവിൻ്റെ സ്നേഹം രുചിച്ചറിയും വിധം നയിക്കപ്പെട്ടുകൊണ്ടുകൊള്ളും. ഇന്ന് ക്രൈസ്തവരെ കുറിച്ചുള്ള ഒരു ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, അനേകർ സൗരഭ്യ വാസന വീശുന്നതിന് പകരം ദുർഗന്ധം വീശുന്നു. നുണ, ലജ്ജ, അവിശ്വസ്ത, നുർദണപ്പ്, വിചാരം തുടങ്ങിയെല്ലാം അകപ്പെട്ട് സാക്ഷിയില്ലാതെ കർത്തൃനാമം അന്യജാതിക്കാരുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നതിന് സ്ഥാനം നൽകുന്നു. അവർ മുഖാന്തരം അനേകർ ഇടറിപ്പോകുന്നു. നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ഒരു വ്യക്തിയോ ഒരു സമൂഹത്തെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് വാർത്തയിൽ തുറന്നാലും റേഡിയോ തുറന്നാലും സോഷ്യൽ മീഡിയ തുറന്നാലും എന്തെല്ലാം തുറന്നാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന എളുപ്പമുള്ള കാര്യമാണ്. കാരണം ഇന്ന് അത്തരം സൗരഭ്യങ്ങൾ ഉള്ള ആളുകൾ ഇല്ല. അങ്ങനെ ആർക്കും തന്നെ തിരിച്ചറിയാനും പറ്റാതെ പോകുന്ന അവസരങ്ങളാണ് നമുക്കുന്നത്. ഇന്ന് ക്രൈസ്തവരെ കുറിച്ചുള്ള അവസ്ഥ അതാണ്. ഒരു ക്രിസ്ത്യാനിയാണോ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് അന്യജാതിക്കാർ ക്രൈസ്തവ മാർഗത്തെ ദുഷിക്കുന്നു. നാം 2 കണ്ണുകളാൽ നമ്മെ നോക്കുന്നു, എന്നാൽ ലോകമോ 1000 കണ്ണുകളാൽ നമ്മെ ശ്രദ്ധിക്കുന്നു. നാം സൗരഭ്യ വാസന
ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയണം. അഥവാ ദുർഗന്ധം വീശുന്നവരുമായിരിക്കുമെന്നോ? നമ്മൾ തന്നെ നമ്മളെ വിലയിരുത്തി നമ്മളെ തന്നെ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇതിനെക്കുറിച്ചുള്ള ഉത്തരം കിട്ടും. പ്രിയമുള്ളവരെ, അനുദിനവും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട്, ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി സൗരഭ്യവാസന വീശുന്നുണ്ടോ? അഥവാ ഞാൻ മുഖാന്തരം നിന്റെ നാമം ദുഷിക്കപ്പെടും വിധം ദുർഗന്ധം വീശുന്നുവോ എന്ന് നിങ്ങൾ സ്വയം നമ്മൾ ഓരോരുത്തരും ശോധനം ചെയ്ത് നോക്കുക. അപ്പോൾ തിരിച്ചറിയാൻ സാധിക്കും. അനുനിമിഷം കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. മാത്രമല്ല, സാക്ഷിയുള്ള ജീവിതത്തെ വിശുദ്ധിയോടും ദൈവഭയത്തോടും കൂടെ കാത്തുകൊള്ളണം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയത്തിൻ്റെതായ നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം കൊടുക്കാൻ സാധിക്കും. അത് 2 കൊരിന്ത്യസിലെ, എൻ്റെ ഓർമ്മ ശരിയാണ്, 2 അധ്യായത്തിലെ 14 താഴ്വര പോലെ അവ പരന്നിരിക്കുന്നു, നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെ, യഹോവ നട്ടിരിക്കുന്ന ചന്ദന വൃക്ഷങ്ങൾ പോലെ, ജലാന്തിയിലേക്കുള്ള ദേവദാരുക്കൾ പോലെ തന്നെ ആണെന്നുള്ള സത്യം നാം തിരിച്ചറിയണം. സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞ വചനമാണത്. അപ്പൊ നമ്മുടെ അവസ്ഥ നമുക്കെന്നെ തിരിച്ചറിയാൻ സാധിക്കണം. മലമുകളിലുള്ള ഇസ്രായേൽ ജനങ്ങളെ കണ്ട ബിലെയാം അവരെ യഹോവ നട്ടിരിക്കുന്ന ചന്ദനവൃക്ഷങ്ങൾ പോലെ കണ്ടു. കർത്താവ് ആദ്യമേ ദൈവമക്കളെ ഒലിവ് തൈകളോടും അത്തിമരത്തിനോടും വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയോടും സാമ്യപ്പെടുത്തി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതോടെ മതിയാവുന്നില്ല. സൗരഭ്യവാസന വീശുന്ന ചന്ദനമരങ്ങളോട് നമ്മളെ സാമ്യപ്പെടുത്തി പറയുന്നു. ചന്ദനമരത്തിൻ്റെ പ്രത്യേകത എന്താണ്? മറ്റു ചില മരങ്ങള് പുഷ്പങ്ങൾ മാത്രമാണ് വാസന വീശുന്നത്. വേരോ തടിയോ ഇലയോ വാസന വീശുന്നില്ല. എന്നാൽ ചില മരങ്ങളുടെ വേര് മാത്രം വാസനയുള്ളതായിരിക്കും. എന്നാൽ ചന്ദനമരത്തിൻ്റെ വേരും തടിയും കൊമ്പും ഇലയും എല്ലാം പുഷ്പങ്ങളും എല്ലാം തന്നെ സൗരഭ്യം നൽകുന്നതാകും. മറ്റ് മരങ്ങളെക്കാൾ ഉപരിയായി ചന്ദനമരം വളരെയധികം വില കൂടിയതാകുന്നു. അതിന് മതിപ്പും ശ്രേഷ്ഠയും കൂടുതലുണ്ട്. അതിൻ്റെ വാസന ദൈവികമാകുന്നു. ചന്ദനമരത്തെ ഇഷ്ടപ്പെടാത്തവർ ആരാണുള്ളത്? പ്രിയമുള്ളവരെ, ചന്ദനമരത്തിൽ നിന്ന് ലഭിക്കുന്ന ചന്ദനം മനുഷ്യൻ്റെ ശിരസ്സിലെ ഉഷ്ണാവസ്ഥയെക്കുറിച്ച് ശീതാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ സൗരഭ്യവാസന മറ്റുള്ളവരെ ആകർഷിക്കുന്നു. അതുപോലെ ചന്ദനമരം ഉരയ്ക്കുമ്പോൾ എപ്രകാരം അതിൽ നിന്ന് വാസന വീശുന്നുവോ, അതുപോലെ ക്രിസ്തുവിന് വേണ്ടി നാം ഉപദ്രവങ്ങളും ക്ലേശങ്ങളും സഹിക്കേണ്ടി വരുമ്പോൾ, പ്രശ്നങ്ങളാൽ ഉരസപ്പെടുമ്പോൾ ദൈവികതയുടെ വാസന നമ്മിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങുന്നു. അതാണ് വിശുദ്ധിയുടെ ജീവിതം. അതാണ് നമ്മുടെ കേരളത്തിലെ ഒരുപാട് വിശുദ്ധരും ഈവൻ നമ്മുടെ കത്തോലിക്ക മാർപ്പാപ്പ പോലെ അംഗീകരിച്ച അല്ലെങ്കിൽ നമ്മൾ ഡിക്ലെയർ ചെയ്ത വിശുദ്ധരുണ്ട്. അൽഫോൻസാമ്മയുണ്ട്. ഇതൊക്കെയാണ് അതിൽ നമ്മുടെ സഹനങ്ങളെ, ഉപദ്രവങ്ങൾ മറ്റുള്ളവരാൽ നമ്മളെ തിരിച്ചറിയുന്നില്ല. അവരുടെ ഉപദ്രവങ്ങൾ നമ്മളിൽ എടുക്കുമ്പോൾ നമ്മളാവുന്ന ചന്ദനമരം അറിയാതെ ഉരസിപ്പോവും. ആ ഉരുസലിൻ്റെ വേദനയാൽ അല്ലെങ്കിൽ അതിൻ്റെ സഹനത്താൽ ആ ദൈവിക വാസന നമ്മിൽ നിന്ന് പുറപ്പെടുവാൻ തുടങ്ങുന്നു. അവിടെ അതൊരു ദൈവിക നന്മയിലേക്ക് പരിണമിക്കുന്നു. അതുകൊണ്ടാണ് വേദപുസ്തകം നമ്മെ ചന്ദനമരത്തോട് സാമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ചന്ദനമരം ഇടിച്ച് ചതച്ച് പിഴിഞ്ഞ് അതിൽ നിന്ന് ചന്ദന തൈലം നിർമ്മിക്കുന്നു. അത് ഏറ്റവും വാസന വീശുന്ന ഒന്നാകുന്നു. ഇടിച്ച് പിഴിഞ്ഞാൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഉപദ്രവങ്ങളെ കണ്ട് കലങ്ങരുത്, വിഷമിക്കരുത് എന്ന് മാത്രമേ വചനം നമ്മളെ പഠിപ്പിക്കുന്നുള്ളൂ. അയ്യോ, എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര കഷ്ടപ്പാടുകൾ?
എല്ലാവരും പറയുന്ന ഡയലോഗ്സാണ്. എനിക്കെന്ത് എത്ര കഷ്ടപ്പാടുകൾ എന്ന് കരുതി പിറുപിറുക്കരുത്. കഷ്ടപ്പാടുകളുടെ മധ്യത്തിൽ നമ്മെ സൗരഭ്യവാസനയായി ഉപയോഗിക്കുന്നവർ തീർച്ചയായും നമ്മെ മഹത്വപ്പെടുത്തും ഇന്നല്ലെങ്കിൽ നാളെ. ദൈവത്തിൻ്റെ വസ്ത്രം എപ്രകാരമാണുള്ളത്? അത് ചന്ദ്രവാസനയിൽ നിറഞ്ഞത് സങ്കീർത്തനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതേ കാൽവരി കുരിശിൽ അവൻ തടി കൊണ്ട് മുടി വരെ പീഡിപ്പിക്കപ്പെട്ട് തകർക്കപ്പെട്ട് ചന്ദനം മരം പോലെ ദൈവിക വാസന വീശി അവൻ്റെ സ്നേഹവും മാതൃകയും ധ്യാനിച്ചുകൊണ്ട് അവന് വേണ്ടി സൗരഭ്യ വാസന വീശുന്നവരായി നമുക്ക് കാണപ്പെടാൻ സാധിക്കും. എഫെസ്യരുടെ 5:2 ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. ആ സമർപ്പണത്തിൻ്റെ വലിയ വിലയാണ്, ആ സൗരഭ്യമാണ് നമ്മെ ഇപ്പോഴും ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് ആനയിച്ചത്. പ്രിയമുള്ളവരെ, നമ്മളുടെ കഷ്ടതകളിലേക്കും വേദനകളിലേക്കും നമ്മൾ ക്രിസ്തുവിന് വേണ്ടിയാണ് സഹിക്കുന്നതെങ്കിൽ അതിൻ്റെ വാസനയിൽ കൂടി എത്തേണ്ടത് തന്നെ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ നമ്മൾ കാരണം ഈ സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്നത് ദുർഗന്ധമാണെങ്കിൽ അതിനും ദൈവം തക്ക സമയത്ത് പ്രതികരിച്ചിരിക്കും. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം ദൈവം നട്ട ചന്ദനമരങ്ങളായി തീരട്ടെ. അതിൽ നിന്ന് വാസനകൾ കൂടി ആ വാസനകളിൽ കൂടിയിട്ട് സ്വർഗരാജ്യത്തിലേക്ക് വരെ എത്തപ്പെടട്ടെ. പല മക്കളിലേക്കും എത്തപ്പെടട്ടെ. സമൂഹം വളരട്ടെ. വേദനകളും വിഷമതകളും കഷ്ടപ്പാടുകളും ചിന്തകളും നമ്മൾ അപമാനിക്കുന്ന അവസ്ഥകളുണ്ട്. നമ്മൾ തിരിച്ചറിയാത്ത നീതിമാന്മാരായ ഒരുപാട് വ്യക്തികളെ എത്ര പറഞ്ഞാലും ചില ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടും. അത് അങ്ങനെയാണ്. നമ്മളല്ലാതെ ഇങ്ങനെയാണ്. ചിലവർക്ക് നമ്മൾ തെളിവ് കൊടുത്തു പോയാൽ പോലും അവരത് നമ്മളെ വിശ്വസിക്കില്ല. എത്രമാത്രം എങ്ങനെ ദൈവത്തിന് വേണ്ടി സൗരഭ്യം കൊടുക്കുമ്പോൾ മറ്റുള്ള ആളുകളുടെ പിറുപിറുക്കലുണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, അത് പക്ഷേ ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പം നമ്മുടെ ലക്ഷ്യം അതായിരിക്കട്ടെ. ഈ ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞ ചെറിയൊരു ജീവിതത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നല്ലവനായ യേശുവേ, കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും നിന്റെ ചന്ദനമരമായി കൊണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സൗരഭ്യം എല്ലാവരുടെയും പടർന്നു പിടിക്കാനും അതിൽ കൂടി കർത്താവേ നിന്റെ ദൈവരാജ്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള കൃപകള് എല്ലാ മക്കൾക്കും കൊടുക്കണമേ. ഈ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മക്കളിലേക്കും നിന്റെ വലിയ കൃപയാൽ ഞങ്ങളെ ആനയിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.